അപ്പോൾ പറഞ്ഞ് ഓണം ഇങ്ങോട്ട് എത്തി. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം 10 വറവുകളാണ് കാണിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റാണ് ശർക്കര ഉപ്പേരി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു ഇതിൽ വെള്ളം എടുക്കുക, എന്നിട്ട് അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് വേണം കായ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനായിട്ട്. കാരണം കറ ഉണ്ടാവുമല്ലോ, കറ പോകാനായിട്ടാണ്. ഇങ്ങനെ കാണിക്കുന്ന പോലെ കായ ഒരു ഇത്തിരി നല്ല കട്ടിയുള്ള വലിയ കായ തന്നെ എടുക്കണം. അത് നമ്മൾ മുറിച്ച് ഈ എഡ്ജ് ഇങ്ങനെ കാണുന്നില്ലേ, ഈ സൈഡിൽ കൂടെ വേണം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കായ ഫുള്ളായിട്ട് പോയിക്കാൻ പറ്റും. അറിയാമായിരിക്കും എല്ലാവർക്കും, എന്നാലും ഒന്നും കൂടെ അറിയാത്തവർക്കായിട്ട്. അപ്പോൾ നമ്മളിത് അങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ തൊലി അങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് ആ കായ കിട്ടും. എന്നിട്ട് ഇതിനെ നമ്മൾ ഉപ്പും മഞ്ഞളുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് കറ കളഞ്ഞിട്ട് വേണം നമ്മൾ അരിയാനെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കറ കളഞ്ഞിട്ട് അതിനെ നടുവിലായിട്ട് 2ആയിട്ട് കീറുക. എന്നിട്ട് ഫുള്ള് കട്ട് ചെയ്തിട്ട് താഴ്ത്ത് വരയ്ക്ക് എത്തിയിട്ട് പിന്നെ നമുക്കിതുപോലെ ചെരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അധികം തിന്നാവരുത്. എന്നിട്ട് തിളച്ച വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇട്ട് അതിനെ ഒന്ന് നല്ല രീതിയിൽ കുക്കാവുന്ന വരയ്ക്ക് നമ്മളാക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളത് കോരിയെടുത്ത് ആറണം, നല്ലോണം ആറാൻ വെക്കണം. ആറി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ശർക്കര ചേർക്കാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിലൊരു 50 ഗ്രാം നമ്മൾ ശർക്കര ചേർക്കുന്നുണ്ട്. എന്നിട്ട് 2 സ്പൂൺ വെള്ളവും ചേർക്കുന്നുണ്ട്. അധികം വെള്ളമാവരുത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊരു നൂൽ പരുവാകുമ്പോൾ നമ്മളതിലേക്ക് ശർക്കര ഉപ്പേരി നമ്മൾ ആറി വെച്ചിട്ടില്ലേ, അത് എടുത്തിട്ട് ഇതിലിടുക. ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ജീരകം പൊടിച്ചത് ചേർക്കുക. പിന്നെ ചുക്ക് പൊടി, പിന്നെ വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടാവില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി വന്നാൽ റെഡിയായി നമ്മുടെ ശർക്കര ഉപ്പേരി. പിന്നെ അത് പാത്രത്തിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്യാം.